പഞ്ചവത്സര പദ്ധതികൾ കാലയളവ് ലക്ഷ്യം. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 തൊട്ട് 56 വരെയാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെ. വ്യാവസായിക വികസനമാണ് ലക്ഷ്യം. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെയായിരുന്നു. ലക്ഷ്യം വ്യാവസായിക വികസനം. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെ. ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. നാലാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെയാണ് കാലയളവ്. ലക്ഷ്യം സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 വരെയാണ്. ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെയായിരുന്നു. ലക്ഷ്യം കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. കാലയളവ് 1980 മുതൽ 85 വരെ. ആറാം പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യം കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഏഴാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 1990 വരെയാണ് കാലയളവ്. ലക്ഷ്യം ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1985 മുതൽ 90 വരെയാണ്. ലക്ഷ്യം ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. എട്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1992 മുതൽ 97 വരെയാണ്. ലക്ഷ്യം മാനവശേഷി വികസനം. എട്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1992 മുതൽ 1997 വരെയാണ്. ലക്ഷ്യം മാനവശേഷി വികസനം. ഒമ്പതാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെയായിരുന്നു. ലക്ഷ്യം ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണം. ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1997 മുതൽ 2002. ലക്ഷ്യം ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. പത്താം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെയാണ് കാലയളവ്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, അതായിരുന്നു ലക്ഷ്യം. പത്താം പഞ്ചവത്സര പദ്ധതി കാലയളവ് 2002 മുതൽ 2007 വരെ. ലക്ഷ്യം മൂലധന നിക്ഷേപം